വൈ ഡു വി പ്രിഫർ കേരള സിലബസ് ഓവർ CBSE? ചിലർ പറഞ്ഞത് ഫീസിൻ്റെ, ഞാൻ പറഞ്ഞു ഫീസിൻ്റെ കാര്യമല്ല, മെയിനായിട്ട് അതല്ല. സോ നിങ്ങളെ ഇൻഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ ആൻസർ അവിടെ ഉണ്ടായിരുന്നു. ഇറ്റ് ഈസ് ഈസി ടു സ്കോർ മാർക്ക് ഇൻ ബോർഡ് എക്സാമിനേഷൻ. ശരിയാണ്, മജോറിറ്റി ആളുകൾ പോകുന്നത് കൊണ്ട് തന്നെയാണ്. സ്കോറിങ് ഹൈ മാർക്സ് മൈറ്റ് ബി ഈസിയർ ഇൻ കേരള സിലബസ്. അങ്ങനെ ചിന്തയുണ്ട്. അത് ഞാൻ ഒരിക്കലും ശരിയല്ല എന്ന് പറയില്ല, ശരിയാണ്. ഈസി ആയിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പം മാർക്ക് കൊണ്ട് നമുക്ക് ഏതെങ്കിലുമൊക്കെ കോഴ്സിലേക്ക് പോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ കേരള ഓക്കെയാണ്. ബട്ട് യു നോ ദി റിയാലിറ്റി. നിങ്ങൾക്കിപ്പം ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് സെക്കൻഡ് ഇയറിൽ ഔട്ട് ഓഫ് 100 മാർക്ക് കിട്ടി. കേരള സിലബസാണ് പറയുന്നത്. സോ യു സ്കോർ 300 മാർക്സ്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ഞാൻ എഞ്ചിനീയറിംഗിൻ്റെ എക്സാമ്പിൾ പറയുകയാണ്. 300 മാർക്ക് കിട്ടിയെന്ന് വിചാരിച്ചു. നിങ്ങൾ കേരള എൻട്രൻസ് എക്സാമിനേഷൻ കീം എന്ന് പറയും. ഇപ്പം 22 മുതൽ 29 വരെ നടന്നുകൊണ്ടിരിക്കുന്ന എക്സാം, കീം എക്സാം എഴുതി. കീം കേരള എൻട്രൻസ് എക്സാമിനേഷൻ ഉണ്ട് കേട്ടോ. അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, 300 സ്കോർ കിട്ടിയെന്ന് വിചാരിച്ചു. 300. അപ്പോൾ 300ഉം 300ഉം മീൻസ് 300 അല്ല, അതിന് നോർമൽ ഈസി 300 സ്കോർ അവിടെയും കിട്ടി. റിട്ടേൺ എക്സാമിൽ 300 കിട്ടി. സോ നിങ്ങൾ പ്രതീക്ഷിച്ച 600 മാർക്കായിരിക്കും. നെവർ. നിങ്ങൾ കേരള സിലബസിൽ ഫുൾ സ്കോർ 300ൽ 300 വാങ്ങിയാൽ പോലും CBSE മാർക്കുമായിട്ട് അതിനെ നോർമലൈസ് ചെയ്യും. മീൻസ് CBSEയിൽ ഒരു ഫുൾ മാർക്ക് വാങ്ങുന്ന ആളുകളുടെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തിട്ട് കേരള സിലബസിൻ്റെ പെർഫോമൻസ് നോക്കിയിട്ട് അവർ പറയും ഇവിടുത്തെ 300 എന്ന് പറയുന്നത് CBSEയിലെ 260 അല്ലെങ്കിൽ 270ക്ക് ഈക്വലൻ്റ് മാത്രമേ ആവുന്നുള്ളൂ. സോ 300 കിട്ടിയ ഒരാൾക്ക് നോർമലൈസേഷന് ശേഷം വരുന്ന മാർക്ക് 300 ആവില്ല, 260 250 ആയിരിക്കും. CBSE സിലബസിൽ 260 കിട്ടിയ ആൾക്ക് 260 മാർക്ക് അവിടെ റെക്കോർഡ് ചെയ്യും. കേരള സിലബസിൽ 300 മാർക്ക് കിട്ടിയാൽ പോലും 300 കൗണ്ട് ചെയ്യില്ല. ഞാൻ പറയുന്നത് കേരളത്തിലെ ഡിഗ്രി കോഴ്സിന് പോകുമ്പോഴുള്ള കാര്യമല്ല, എൻട്രൻസ് എക്സാമിനേഷൻ മാർക്ക് നോർമലൈസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കാര്യമാണ്. ദാറ്റ് ഇസ് ദ റിയാലിറ്റി. അപ്പോൾ +2 ബോർഡ് എക്സാം മാർക്ക് ബേസ് നിങ്ങൾ പോവുകയാണെങ്കിൽ ഓക്കെ, മാർക്ക് കിട്ടിയ കാര്യമാണ്. പക്ഷേ എല്ലാ കോഴ്സിനും നമുക്ക് മാർക്ക് ബേസ് ചെയ്തിട്ടല്ല അഡ്മിഷൻ കൊടുക്കുന്നത്.